പ്രാഥമികമായും സുരക്ഷാ വീഴ്ച കേന്ദ്രീകരിച്ച് തന്നെയാണ് അന്വേഷണവും മറ്റും നടക്കുന്നത്. എനിക്ക് തോന്നുന്നു ഏതായാലും അധികം വൈകാതെ തന്നെ ഇയാൾക്ക് സഹായം നൽകിയ ആൾക്കാരെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകും എന്ന് കരുതുന്നു. കാരണം എന്തൊക്കെ പറഞ്ഞാലും ഏതെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് അതിനകത്തേക്ക് ഉപയോഗിച്ചിട്ടുണ്ടാകണം. ഉപയോഗിക്കാതെ ഈ രീതിയിൽ ഒരു പ്രവൃത്തി അയാൾക്ക് നടത്താൻ കഴിയില്ല. ജയിലിനകത്ത് ഗോവിന്ദചാമിക്ക് ലഭിക്കുന്ന പ്രത്യേക പരിഗണന നേരത്തെ തന്നെ വലിയ വിഷയമായിരുന്നു, വലിയ ചർച്ചയായിരുന്നു. അത്തരത്തിൽ ഇയാൾക്ക് സുപ്രീം കോടതി വരെ കേസ് നടത്തിക്കാൻ ഉള്ള സാമ്പത്തിക ശേഷി എവിടെ നിന്ന് വന്നു? പൊതുവിൽ ഇയാളെ അറിയപ്പെടുന്നത് ട്രെയിനിനകത്ത് ഭിക്ഷാടനം നടത്തുന്ന ഒരാളാണ് എന്നും ഒരു ഭിക്ഷാടന മാഫിയയുടെ ആളാണ് എന്നുമാണ്. ആ ഭിക്ഷാടന മാഫിയയുടെ അറ്റം ഏതറ്റം വരെ ഉണ്ട് എന്നൊന്നും പിന്നീട് ഗോവിന്ദചാമിയെ പിടിക്കപ്പെട്ടതിന് ശേഷമോ ശിക്ഷിക്കപ്പെട്ടതിന് ശേഷമോ അന്വേഷണം നടത്തിയിട്ടില്ല. അവരുടെ സ്വാധീനം എത്രമാത്രം ഈ ജയിലിനകത്ത് ഇപ്പോഴും ഉണ്ട് എന്ന കാര്യത്തിൽ അന്വേഷണം നടത്തിയിട്ടില്ല. അങ്ങനെ ജയിലുമായി ബന്ധപ്പെട്ടും അതിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടും ഒട്ടേറെ വീഴ്ചകളുണ്ട് എന്ന് പ്രാഥമികമായി തന്നെ ഇതിനകം തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അല്ലാതെ ഈ രീതിയിൽ അരം ഉപയോഗിച്ച് ഇങ്ങനെ രാഗി മുറിച്ച് ഒരു തടവ് പ്രതി അതിനുവേണ്ടി പ്ലാൻ ചെയ്ത് ഈ രാത്രി 1:10 ഇവർ പറയുന്ന സമയം വെച്ച് നോക്കുകയാണെങ്കിൽ 1:10 ആ സമയത്ത് ഇയാൾ ജയിൽ ചാടിയിട്ടും ജയിൽ അധികൃതർ അറിയുന്നില്ല. മാത്രമല്ല അറിയുന്നത് രാവിലെയാണ്. കാരണം ഈ രാവിലെ ഒരു ഈ സെല്ലിനകത്തേക്കുള്ള പരിശോധന നടത്തുമ്പോൾ മാത്രമാണ് അറിയുന്നത്. എങ്ങനെ വന്നാലും അയാൾക്കൊരു 4 മണിക്കൂർ 5 മണിക്കൂറിലധികം സമയം ഇതിനു വേണ്ടി ലഭിച്ചിട്ടുണ്ട്. ഈ 5 മണിക്കൂറിനകം എത്താവുന്ന ഏതെങ്കിലും ദൂര സ്ഥലത്തേക്ക് എത്തും, അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ഗാങ്ങിലേക്ക് എത്തും, അവരുടെ സംഘങ്ങളിലേക്ക് എത്തും. അതിനുവേണ്ടി ആൾക്കാർ പുറത്ത് കാത്തിരുന്നിട്ടുണ്ടാകണം. അവരുടെ പദ്ധതി അനുസരിച്ചായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. ഒരുപക്ഷെ ഇതിനു മുൻപ് ഇത്തരത്തിലുള്ള റിഹേഴ്സലുകൾ നടന്നിട്ടുണ്ടാകും, പുറത്ത് ആൾക്കാർ വന്ന് കാത്തുനിന്ന് സംഭവം ഉണ്ടായിട്ടുണ്ടാകും. ഇതെല്ലാം തന്നെ പരിശോധനയ്ക്കകത്ത് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും കേരളത്തിലെ ജനങ്ങളാണ് ഇപ്പോൾ കൂടുതൽ അന്വേഷിക്കുന്നത്. ഒരുപക്ഷെ പോലീസോ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങൾക്കോ അപ്പുറം ഇപ്പോൾ എൻ്റെ ഫോണിലൊക്കെ ചില ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ വരുന്നത് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മറ്റേ കാല് കൂടെ വെട്ടിയേക്കണം, ഇനി മറ്റൊന്നും പരിഗണിക്കേണ്ടതില്ല എന്നൊക്കെയാണ് വൈകാരികമായ കമന്റുകൾ വരുന്നത്. അതുകൊണ്ട് കിട്ടിക്കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. രോഷാകുലരാണ് ജനം, സ്വാഭാവികമായി അങ്ങനെ ആയിപ്പോവും, വൈകാരികമായി തന്നെ ചിന്തിച്ചു പോകും. ഇത്രയധികം ക്രൂരനായ പൈശാചികമായ പീഡനം നടത്തിയ ഒരു പ്രതി ഇത്ര സിമ്പിളായി ജയിൽ ചാടിയിട്ടുണ്ട്, അതിന് ജയിൽ അധികൃതരുടെ ഒത്താശ കിട്ടിയിട്ടുണ്ട് എങ്കിൽ ജനം എങ്ങനെയാണ് വൈകാരികമായി പെരുമാറാതിരിക്കുക? ഗോവിന്ദചാമി എന്ന അതിക്രൂരനായ പ്രതി ജയിൽ ചാടിയ വിവരം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇയാളെ കണ്ടതായി വിവരം ലഭ്യമാകുന്നെങ്കിൽ പ്രിയ പ്രേക്ഷകരെ അറിയിക്കുക. തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ 9446899506 നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9446899506 ഈ നമ്പറിലോ നിങ്ങൾക്ക് വിവരം അറിയിക്കാവുന്നതാണ്.